ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, കൊമേഴ്സിൽ ഓപ്ഷണൽ പേപ്പർ ആയിട്ടുള്ള മാത്തമാറ്റിക്സിൽ ഈ അക്കാദമിക് ഇയറിൽ എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടഫ് ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. ഇന്റഗ്രൽസിലെ ഈ ഒരു ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ ഓഫ് മോഡുലസ്, ഒരു മോഡുലസ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ വന്നാൽ എങ്ങനെ ചെയ്യും? പൊതുവെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കുറവാണ്. കൊമേഴ്സിൽ ഓപ്ഷണൽ പേപ്പർ ആയതുകൊണ്ട് തന്നെ പൊതുവെ കുറവാണ്. പക്ഷേ ഈവൻ സപ്പോസ് എക്സാം ടഫ് ആവുകയാണെങ്കിൽ ഒരു ചോദിക്കാൻ പറ്റിയ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ഭയങ്കര ടഫാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് വളരെ കുറവാണ് എന്ന് വെച്ചിട്ട് അതാണ് പറഞ്ഞത്. അതായത് ഈ കൊല്ലമൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. കാരണം കഴിഞ്ഞ കൊല്ലമൊക്കെ നിങ്ങൾക്കറിയാം, സ്റ്റേറ്റിലൊക്കെ ഈവൻ സയൻസിലായിക്കോട്ടെ കൊമേഴ്സിലായിക്കോട്ടെ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ സ്റ്റാൻഡേർഡ് ഭയങ്കരമായിട്ട് കൂടി വരികയാണ്. പൊതുവെ അങ്ങനത്തെ ഒരു ട്രെൻഡാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പോകണം. സോ നമുക്ക് നോക്കാം. ഇന്റഗ്രൽ ഓഫ് 0 to 4 mod x minus 1 dx. ആദ്യം ഞാൻ നിങ്ങൾക്ക് മോഡ് എക്സ് എന്താണെന്ന് പറഞ്ഞുതരാം. മോഡ് എക്സ് എന്താ? മോഡ് എക്സിന് രണ്ട് വാല്യൂസ് ആണ് ഉള്ളത്. ഒന്ന്, ആ മോഡിന്റെ ഉള്ളിലുള്ള സാധനത്തിന്റെ മൈനസ്. അത് എപ്പോഴാണ് കിട്ടുകയെന്ന് വെച്ചാൽ ആ മോഡിന്റെ ഉള്ളിലുള്ള സാധനം ലെസ് ദാൻ 0 ആകുമ്പോൾ, എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ മോഡ് എക്സിന്റെ വാല്യൂ മൈനസ് എക്സ് ആണ് കിട്ടുക. മോഡ് എക്സിന്റെ വാല്യൂ മൈനസ് എക്സ് ആണ്. ഇനി മോഡ് എക്സിന്റെ വാല്യൂ എക്സ് കിട്ടും. അതെപ്പോഴറിയോ? ഇതിന്റെ ഉള്ളിലുള്ള സാധനം അതേ വാല്യൂ തന്നെ, അതേ പോസിറ്റീവ് വാല്യൂ തന്നെ കിട്ടും. അതെപ്പോഴറിയോ? ആ സാധനത്തിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ. ഓക്കെ അല്ലേ? ഇതേ സംഭവം നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുന്നു? മോഡ് എക്സ് മൈനസ് 1 ആലോചിക്കുക. ഇതേ സാധനം നിങ്ങൾ മോഡ് എക്സ് മൈനസ് 1 ആലോചിക്കുക. മോഡ് എക്സ് മൈനസ് 1 രണ്ട് വാല്യൂ കിട്ടും. ഒരു വാല്യൂ അത് അതിന്റെ ഉള്ളിലുള്ള സെയിം പോസിറ്റീവ് വാല്യൂ എക്സ് മൈനസ് 1. അതെപ്പോഴാ? അതിന്റെ ഉള്ളിലുള്ള മോഡിന്റെ ഉള്ളിലുള്ള സാധനം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ. ഇനി കിട്ടുന്നത് ആ മോഡിന്റെ ഉള്ളിൽ അതിന്റെ നെഗറ്റീവ് വാല്യൂ ആണ്, മൈനസ് ഓഫ് എക്സ് മൈനസ് 1. അതെപ്പോഴാ? ആ മോഡിന്റെ ഉള്ളിലുള്ള സാധനം ലെസ് ദാൻ 0 ആകുമ്പോൾ. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ നോക്കിക്കോ എക്സ് മൈനസ് 1 വരെ എപ്പോഴാണ് പറഞ്ഞത്? എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോഴാണ് അല്ലേ? അപ്പൊ എക്സ് എന്തായിരിക്കും? മൈനസ് 1 അപ്പുറം പോയാൽ +1 ആയി അല്ലെ? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് അല്ലേ? നിങ്ങൾ നോക്കുക എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എക്സ് മൈനസ് 1 ആണ്. ഇനി അതേപോലെ ഈ സാധനത്തിന് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്താലോ? ഇതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താലോ? അപ്പൊ എന്താ വരിക? മൈനസ് എക്സ് മൈനസ് കൂടെ +1 ആയി അല്ലെ? മൈനസ് എക്സ് മൈനസ് കൂടെ +1 ആയി. അപ്പൊ അതിനെ നമുക്ക് 1 മൈനസ് എക്സ് എഴുതാം. മൈനസ് എക്സ് +1 തലയിരിച്ച് എഴുതിയ 1 മൈനസ് എക്സ് ആയി അല്ലെ? എപ്പോഴാ 1 മൈനസ് എക്സ് എന്നുള്ള വാല്യൂ എപ്പോഴാണ് കിട്ടുക? എക്സ് മൈനസ് 1 ലെസ് ദാൻ 0 ആകുമ്പോൾ. എക്സ് മൈനസ് 1 ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ എക്സ് എന്താ വരിക? -1 അപ്പുറം കൊണ്ടുപോകുക. അപ്പൊ എന്താ? എക്സ് ലെസ് ദാൻ -1 അപ്പുറം പോയാൽ 1 അല്ലെ? അപ്പോൾ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 രണ്ട് വാല്യൂസ് ഉണ്ട്. ഒരു വാല്യൂ എക്സ് മൈനസ് 1 എപ്പം? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ. അടുത്ത വാല്യൂ 1 മൈനസ് എക്സ് എപ്പം? എക്സ് ലെസ് ദാൻ 1 ആകുമ്പോൾ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് 0 to 4 ആണ്. 0 മുതൽ 4 വരെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് അല്ലെ? ഞാൻ നമ്പർ ലൈൻ വരയ്ക്കുന്നു. 0 എന്ന നമ്പർ ഇവിടെ, 4 എന്ന നമ്പർ ഇവിടെ. 0 to 4 ആണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 1-നേക്കാളും ചെറുതാണെങ്കിൽ, ഇപ്പൊ ഇവിടെ 1 എന്നുള്ള നമ്പർ എന്ത് വിചാരിക്കാം? അപ്പൊ 1-നേക്കാളും ചെറുതാണെങ്കിൽ ഫംഗ്ഷൻ 1 മൈനസ് എക്സ് ആ. അതായത് 4 അല്ലേ? ഇത് 1 ആണ്. 1 ആണ്. ഓക്കെ. എന്താ? എക്സ് 1-നേക്കാളും ചെറുതാണെങ്കിൽ ഇത് 1 മൈനസ് എക്സ് ആണ് ഫംഗ്ഷൻ. എക്സ് 1-നേക്കാളും ചെറുതെന്ന് പറഞ്ഞാൽ എവിടെ? അതാ ഇത്രയും ഏരിയയിൽ ഫംഗ്ഷൻ വരുന്നത് എന്താ? 1 മൈനസ് എക്സ് ആണ്. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിലോ എന്താ ഫംഗ്ഷൻ? അവിടെ എക്സ് മൈനസ് 1 ആണ് ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് 0 to 4 ആണ്. അപ്പോൾ 0 to 4 ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? 0 to 1 ഫംഗ്ഷൻ 1 മൈനസ് എക്സ് അല്ലേ? അപ്പോൾ 0 to 1 നമ്മൾ 1 മൈനസ് എക്സ് വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. അതേപോലെ 1 to 4 നമ്മൾ എക്സ് മൈനസ് 1 വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. എന്നിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ എഴുതി നോക്കാം. ഇന്റഗ്രൽ ഓഫ് 0 മുതൽ 1 വരെ ഏതാ ഫംഗ്ഷൻ? 1 മൈനസ് എക്സ് ഡി എക്സ് ആണ് അല്ലേ? പ്ലസ് ഇന്റഗ്രൽ ഓഫ് പിന്നെന്താ ബാക്കി? 1 to 4 വരെ എന്താ ഫംഗ്ഷൻ? എക്സ് മൈനസ് 1 ഡി എക്സ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് വാല്യൂസ് കൊടുക്കാം. ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 1 മൈനസ് എക്സ് ഡി എക്സിന് ഇന്റഗ്രൽ ഓഫ് 1 ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് എഴുതാം. ഇന്റഗ്രൽ ഓഫ് വെറും ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് 0 to 1 അല്ലേ? 0 to 1 പ്ലസ് അടുത്തതിനെ നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്യാം. എങ്ങനെയാ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാം? ഇന്റഗ്രൽ ഓഫ് 1 to 4 എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് 1 to 4 1 ഡി എക്സ് എന്നാണ് വെറും ഡി എക്സ്. ഓക്കെ. ഇന്റഗ്രൽ ഓഫ് വെറും ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താടാ? വെറും അത് എക്സ് ആണ്. എവിടെ മുതൽ എവിടെ വരെ? 0 to 1 മൈനസ് അടുത്ത പറ ഇന്റഗ്രൽ ഓഫ് 0 to 1 എക്സ് ഡി എക്സ് എന്താ? ഇന്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് എന്താ? x²/2. അതിൽ 1/2 പുറത്തെടുത്തു. 1/2 ഇൻറ്റു x² വരും. x² 0 to 1 അല്ലേ? 0 to 1. ഓക്കെ. പ്ലസ് അടുത്തത് നോക്ക്. ഇന്റഗ്രൽ ഓഫ് 1 to 4 എക്സ് ഡി എക്സ് എന്താ?
ഇന്റഗ്രൽ ഓഫ് 1 to 4 x dx എന്താ? അത് x square by 2 ആണ്. അപ്പോൾ 1/2 പുറത്തെടുക്കാം. എന്നിട്ടോ x square വരും ഉള്ളിൽ. ഓക്കെ, x square by 2 ആണ്. 1/2 പുറത്തെടുത്തു, x square. എന്നിട്ടോ എവിടെ മുതൽ എവിടെ വരിക? 1 to 4, 1 മുതൽ 4 വരെ. എന്നിട്ടോ മൈനസ് പറ. ഇന്റഗ്രൽ ഓഫ് dx എന്താ? വെറും x ആണ്. ഇന്റഗ്രൽ ഓഫ് dx എന്താ? വെറും x ആണ്. വെറും x. എവിടെ മുതൽ എവിടെ വരിക? 1 to 4. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നോക്കിക്കോ, എക്സ് അപ്പർ ലിമിറ്റ് 1, ലോവർ ലിമിറ്റ് 0. അപ്പോൾ നിങ്ങൾ എക്സിന് വരെ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക 1. അപ്പോൾ 1 എന്നിട്ടോ മൈനസ്. ഇനി എക്സിന് വരെ ലോവർ ലിമിറ്റ് കൊടുക്കുക 0. 1 - 0 മൈനസ് ഈ 1/2 ഇൻറ്റു ബ്രാക്കറ്റിൽ എന്താ? എക്സ് സ്ക്വയർ അല്ലേ? അപ്പോൾ ആദ്യം എക്സ് സ്ക്വയറിന് വരെ ഈ അപ്പർ ലിമിറ്റ് കൊടുക്കുക, ദാറ്റ് ഈസ് 1 സ്ക്വയർ മൈനസ് പിന്നെ ലോവർ ലിമിറ്റ് കൊടുക്കുക എക്സ് സ്ക്വയറിന് വരാം, അപ്പോൾ 0 സ്ക്വയർ അഥവാ 0 പ്ലസ് 1/2 ഇൻറ്റു അടുത്തെന്താ? എക്സ് സ്ക്വയറിന് വരാം ആദ്യം, എക്സിന് വരാം ആദ്യം അതിൽ 4 കൊടുക്കുക അപ്പർ ലിമിറ്റ് 4 സ്ക്വയർ മൈനസ് പിന്നെ ലോവർ ലിമിറ്റ് കൊടുക്കുക എക്സിന് വരും, അപ്പോൾ എക്സ് സ്ക്വയർ ആണ്, അപ്പോൾ 1 സ്ക്വയർ മൈനസ് ഇനി എക്സിന് വരെ 4 കൊടുക്കുക മൈനസ് 1 കൊടുക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, സോ 1 - 0 1 മൈനസ് 1/2 ഇൻറ്റു 1 സ്ക്വയർ മൈനസ് 0 എന്താടാ? 1 സ്ക്വയർ മൈനസ് 0 1 - 0 1 തന്നെ. ഇപ്പോൾ 1/2 ഇൻറ്റു 1/2 തന്നെ 1/2 പ്ലസ് 1/2 ഇൻറ്റു ഇതെന്താ? 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്താ? 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാടാ? 4 സ്ക്വയർ എത്രയാ? 16 - 1 15 അല്ലേ? മൈനസ് 4 - 1 എന്താ? 3 ആണ് അല്ലേ? 3 ആണ്. 1 - 3 നമുക്ക് എത്ര കിട്ടി? 1 - 3 -2 പിന്നെന്താ? മൈനസ് 1/2 പ്ലസ് 1/2 ഇൻറ്റു 15 എന്താ? 16 - 1 15. ഓക്കെ, 1/2 ഇൻറ്റു 15 എന്താ? 15/2 -2 ദെൻ ഇതെന്താ വരിക? മൈനസ് 1/2 പ്ലസ് 15/2 15 - 1 14 ആണ്. 14/2 മൈനസ് 4 അല്ല 14/2 പ്ലസ് 14/2 അല്ലെ? 15 - 1 14 ആണ്. 14/2 എന്ന് വരും, ദാറ്റ് ഈസ് 7. സോ -2 + 7 അഥവാ 7 - 2 5 എന്ന് ആൻസർ കിട്ടി. 7 - 2 5 എന്ന് ആൻസർ കിട്ടി. സോ ഇങ്ങനെയാണ് മോഡുലസ് വരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ അതിനെ ഇൻ്റഗ്രേഷൻ എവിടെ നിന്നാണ് നോക്കുക. എന്നിട്ട് മോഡെക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സിമ്പിളാണ്, കുറച്ചുകൂടെ സിമ്പിളാണ് കാര്യങ്ങൾ. എക്സും -x എടുത്തിട്ട് അങ്ങോട്ട് ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ആ സാധനം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ 0 എന്ന് എഴുതി പിന്നെ എക്സിൻ്റെ എഴുതണം, പിന്നെ എക്സിൻ്റെ കണ്ടുപിടിക്കണം അതിൽ നിന്ന്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇൻ്റഗ്രേറ്റ് രണ്ട് ലിമിറ്റ് വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ? ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നല്ലപോലെ പഠിച്ചോളാം മക്കളെ, നല്ലപോലെ പഠിച്ചോളുക. കാരണം ഇൻ്റഗ്രൽസ് എന്ന ചാപ്റ്ററിൽ ഒരുപാട് ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാം ഏകദേശം ഒരേപോലെയാണ്, എല്ലാം കാണുമ്പോൾ ഏകദേശം ഒരേപോലെയാണ്. മറന്നു പോകും, നമ്മളോട് മറന്നു പോകാനുള്ള ചാൻസ് വെരി ഹൈ. നമുക്ക് ഇക്വേഷൻസ് ഇല്ലേ, അതിൻ്റെ ഇൻ്റഗ്രൽസിൻ്റെ റിസൾട്ട്സ് ഇല്ലേ, അതുവരെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ പറ്റും. അത് തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഫോർ എക്സാമ്പിൾ ഇൻ്റഗ്രേഷൻ ഓഫ് sin x, അത് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. അങ്ങനെ ക്വസ്റ്റ്യൻസ് വരും, മനസ്സിലായോ? ആ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ബോക്സ് കൊടുത്തുള്ള ഇക്വേഷൻസ് ഇൻ്റഗ്രൽസിൻ്റെ റിസൾട്ട്സ് ഇല്ലേ, അത് തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് വരും ഡയറക്റ്റ് ആയിട്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അടക്കം ഉണ്ടാവും. സോ നല്ല രീതിക്ക് പഠിച്ചോളാം, നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്തോളാം. ഓൾ ദ ബെസ്റ്റ്.